വീർ സൂക്ഷിക്കണം, ഫോൺ ചെയ്യണം കേട്ടോ. എവിടെ പോയാലും വളരെ കെയർഫുൾ ആയിരിക്കണം. അപ്പൂപ്പൻ വിഷമിക്കണ്ട. ഞങ്ങൾ ഒരു ദിവസത്തേക്കല്ലേ കാട്ടിലേക്ക് പിക്നിക്ക് പോകുന്നത്. ഒറ്റ ദിവസത്തിൽ ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് എത്തും. എന്നാലും എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് മോനെ. സോറി അപ്പൂപ്പ. നിങ്ങൾ എന്നെ മോനെ എന്ന് വിളിക്കുമ്പോ എനിക്ക് മനസ്സിന് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ശരിക്കും ഞാനൊരു മനുഷ്യനായതുപോലെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നുന്നു. നീ വെറും ഒരു സാധാരണ മനുഷ്യനല്ല മോനെ, നീ എന്റെ ജീവന്റെ ജീവനാണ്. ഇതാ മോനെ, നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക. വീർ, നിന്റെ കൂടെ എന്നെയും കാട്ടിലേക്ക് പിക്നിക്കിന് വിളിച്ചോണ്ട് പോകുന്ന ഞാൻ പറയില്ല. പറഞ്ഞാ നീ വേണ്ടെന്ന് പറയും. അതുകൊണ്ട് ഞാനും ചിണ്ടുവും പിക്നിക്കിന് പോവാണ്. ബൈ. അക്കടം പക്കടം ആലം ഫാലം നിന്റെ അകടം പകടൊന്നും ചെയ്യണ്ട. ചിണ്ടു നിക്ക്. എന്നോടെന്തിനാ കാശൊക്കെ ചോദിക്കുന്നേ? ഞങ്ങൾ ആർക്കും പൈസ കൊടുക്കാറില്ല, പൈസ വാങ്ങിക്കാറേ ഉള്ളൂ. ആരെങ്കിലും അവരൊന്ന് തടഞ്ഞു നിർത്ത്. കള്ളന്മാര് രക്ഷിക്കണേ. ഇംലി, നീ ചെന്ന ബസ്സിൽ കയറിയിരിക്കെ. ഞാൻ ഇപ്പൊ വന്നേക്കാം. റോബോ ബോയ് സ്യൂട്ട് ഓൺ. നിക്ക്. മര്യാദയ്ക്ക് അദ്ദേഹത്തിന് പൈസ തിരിച്ചു കൊണ്ടുപോയി കൊടുത്തേക്ക്. നമ്മുടെ വീറെങ്ങോട്ടാ പോയത്? സാർ, അവൻ ഇപ്പൊ വരും സാർ. എത്ര സമയമായി? ഒരു സ്ഥലത്തും അവൻ കൃത്യസമയത്ത് എത്താറില്ല. ഇതിൽ കൂടുതൽ നമുക്ക് വെയിറ്റ് ചെയ്യണ്ട സാർ. ബസ് ഡ്രൈവർ, ബസ് സ്റ്റാർട്ട് ചെയ്യ്. സാർ, സാർ. എന്താ കാശ്? താങ്ക് യു റോബോ ബോയ്. മിസ്റ്റർ കക്കാട്ട്, ആ റോഡെങ്കിൽ വീർ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. അവൻ അല്പം ലേറ്റ് ആയി വന്നതിന് സോറി പറഞ്ഞിരിക്കുക. റോബോ ബോയ്ക്ക് എങ്ങനെയാ എന്റെ പേര് മനസ്സിലായത്? താങ്ക് യു റോബോ ബോയ്. ബോസ് ബോസ് ബോസ്, അവർ കാട്ടിലേക്ക് പിക്നിക്കിന് പോയിരിക്കുകയാണ്. ഈ സ്കൂളിലെ ആളുകൾ എത്ര നല്ലവരാ. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഞങ്ങളെ ഒരു സ്ഥലത്തേക്കും കൊണ്ടുപോകുന്നില്ലല്ലോ. നീ എന്തിനാടാ എപ്പോഴും ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നത്? മാഡ് മാക്സ് ഡിംബക്ടോ ഇവൻ ഒരു റോബോട്ടാണ്. ഇവന്റെ പേരാണ് ഡ്രാഗോസ്. വീർ ദ റോബോ ബോയെ ഇവൻ ഇല്ലാതെയാക്കും. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവന്റെ കഥയെ അവസാനിപ്പിക്കും. ഈ റോബോയെ കൺട്രോൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ ഗ്ലൗസ് കയ്യിലിട്ടാൽ അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് അണിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്തും അവൻ ചെയ്യും. ഒരു ഫോണിൽ കൂടി നീ എന്ത് കമാൻഡ് പറഞ്ഞാലും അവൻ അതനുസരിച്ചിരിക്കും. ബോസ്, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബോസ്, എങ്ങനെയാണ് ജോലി ചെയ്യുന്നത് നമുക്ക് നോക്കാം. Meow. You are genius, boss. She's right, boss. She's right. ബോസ്, ഈ സാധനം നല്ലവണ്ണം വർക്ക് ആകുന്നുണ്ട് ബോസ്. എനിക്ക് വീണ്ടും ഒരു കാര്യം മനസ്സിലായി. നീ ഒരു മണ്ടനാണ്. അല്ല ബോസ്, നിങ്ങൾ ഏറ്റവും വലിയ ജീനിയസ് ആണ് ബോസ്. മാഡ് മാക്സിന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഞാൻ വെരി വെരി മാഡ് ആണ്. വരൂ അങ്കിൾ, ഞാൻ നിങ്ങളെ ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് വിട്ടേക്കാം. ഒന്ന് നിക്ക്. വണ്ടി നിർത്ത്. താങ്ക് യു മക്കളെ, താങ്ക് യു വെരി മച്ച്. ഷെടാ, ഇതെന്താ? ഈ ഡ്രാഗോസ് ആരാണ്? ഇതേതാണ്ട് ഒരു മാഗ്നറ്റ് റോബോട്ട് ആയിരിക്കും. ചിണ്ടു, ആ ഹോർഡിംഗിൽ എഴുതിയേക്ക് ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന്. അക്കടം പക്കടം ആലം ഫാലം ഇക്കടം തിക്കടം ദം ദമാദം. ബോസ് ബോസ്,
റോബോബോയ് നമ്മുടെ പോസ്റ്ററിൽ തന്നെ ഉത്തരം എഴുതി വെച്ചിട്ട് പോയിരിക്കുകയാണ് ബോസ്. അവൻ നമ്മുടെ കൂടെ ഫൈറ്റിന് ഇല്ലെന്ന് തോന്നുന്നു. അവന് ഫൈറ്റിൽ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല ബോസ്. അവൻ തീർച്ചയായിട്ടും ചെയ്യും. അവൻ അത് ചെയ്തേ പറ്റൂ. ഞാൻ അവനെ ഫൈറ്റ് ചെയ്യുവാൻ പ്രേരിപ്പിക്കുകയാണ്. കുറച്ചു മുമ്പ് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് നോക്കുമ്പോൾ സിറ്റിയിൽ പല സ്ഥലത്തും പല അപകടങ്ങളും സംഭവിക്കുന്നുണ്ട്. ഡ്രാഗോസ് എന്ന റോബോട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്. സിറ്റി മൊത്തം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡ്രാഗോസ് പറയുന്നത് റോബോബോയ് ഫൈറ്റ് ചെയ്യാൻ വരാത്തതുവരെ അവൻ സിറ്റിയെല്ലാം നശിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റോബോബോയ് എത്രയും പെട്ടെന്ന് എന്റെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യ്. അല്ലെ വീർ, എമിലി, ഇനിയും കുറച്ചുകൂടെ കഴിക്ക്. മതി അപ്പൂപ്പ, വയറ് നന്നായിട്ട് നിറഞ്ഞു. ചിണ്ടുവിനോട് ചോദിക്ക്, അവൻ ഒരിക്കലും വിശപ്പടങ്ങാറേയില്ല. ഞാൻ അപ്പൂപ്പൻ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ മാത്രമേ കഴിക്കൂ. അപ്പൂപ്പ പലഹാരങ്ങൾ എപ്പോഴാ ഉണ്ടാക്കുന്നേ? ഇനി ഞാൻ ഉണ്ടാക്കുമ്പോ നിന്നെ ആദ്യം വിളിച്ചു തന്നേക്കാം കേട്ടോ. കൂട്ടുകാരെ, ഇന്ന് ദീപാവലിയാണ്. രാത്രിയിൽ ആരൊക്കെയാ പടക്കം പൊട്ടിക്കാൻ വരുന്നത്? എനിക്ക് ആ പൂക്കൂറ്റിന്ന് പറയില്ലേ, അതാ കൂടുതൽ ഇഷ്ടം. ശബ്ദങ്ങൾ കേൾക്കുന്ന പടക്കമൊന്നും എനിക്ക് കൂടുതൽ ഇഷ്ടമല്ല. വീർ, ഇന്ന് ദിവാലിയാണ് മോനെ. ഇന്നാ പൈസ. മോൻ പോയി പടക്കം വാങ്ങിച്ചോ കേട്ടോ. താങ്ക് യു അപ്പൂപ്പ. ഞാനാണ് കാൽ. വെറും കാലല്ല, വിക്രാലാണ് ഞാൻ. ഈ പടക്കങ്ങളെല്ലാം ഞാൻ പൊട്ടിക്കും. രാത്രി വന്ന് നീ എല്ലാം നോക്കിക്കോ. എന്റെ പടക്കങ്ങ് തിരിച്ചു തന്നേക്ക്. ബണ്ടി, നീ ചെയ്യുന്നതൊന്നും ഒട്ടും ശരിയല്ല കേട്ടോ. ബണ്ടി, അവന്റെ ക്രാക്കേഴ്സ് തിരിച്ചു കൊടുത്തേക്ക്. കൊടുക്കാനാ പറഞ്ഞത്. ഡാ, നീ പോയി നിന്റെ ജോലി നോക്ക്. ഇനി ഈ വിക്രാലിനെങ്ങാനും ദേഷ്യം വന്നാലുണ്ടല്ലോ, പിന്നെ നിന്റെ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്ത് കളയും. ഇത്ര വലിയൊരു റോക്കറ്റോ? ഈ റോക്കറ്റ് ഞാൻ തന്നെയാണ് കത്തിക്കാൻ പോകുന്നത്. നീ ഇപ്പോഴും തീരെ ചെറിയ കുട്ടിയല്ലേ? ചിണ്ടുവിന്റെ ഒരു കാര്യം. എന്റെ അമ്മേ! ചിണ്ടു, നിന്റെ മാജിക് ഒന്ന് നിർത്ത്. ഇല്ല, ഞാൻ നിർത്തില്ല. അവന് ശരിക്കും ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കണം. ശരി, ഓക്കെ. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് രണ്ടാൾക്കും ചേർന്ന് അവനൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കാം. മമ്മി, രക്ഷിക്ക്. നീ എന്താ ഇത്രക്ക് ലേറ്റ് ആയി വന്നത്? നീ ഇപ്പൊ വളരെ കെയർലെസ് ആയി മാറിക്കൊണ്ടിരിക്കുക. ഒരു ജോലി നീ മര്യാദക്ക് ചെയ്യുന്നതേ ഇല്ല. നല്ല കുട്ടിയെ മാറ്. ഐ എം വെരി സോറി. ഇങ്ങോട്ട് വാ, ഞാൻ ആ റോക്കറ്റ് ലാൻഡ് ചെയ്യിപ്പിച്ചേക്കാം. എത്രയും പെട്ടെന്ന് എന്നെ താഴെ ഇറക്കി വിട്. എന്റെ പാന്റ് ഇപ്പൊ കത്തുന്ന തോന്നുന്നേ. റോബോബോയ്, രക്ഷിക്ക്. ഞാൻ ശരിക്കും എന്റെ ജോലി ചെയ്യാറില്ല. ഞാൻ നല്ലൊരു കുട്ടി അല്ലേ അല്ല. വീർ, ബൈ. ചേടാ, വീർ എങ്ങനെ അകത്ത് പോയത്? അകത്ത് നിൽക്കുന്ന റോബോബോയ് അല്ലേ? പിന്നെന്തിനാ നിങ്ങൾ വീറിന്റെ പേര് ചൊല്ലി വിളിക്കുന്നത്? എന്റെ വീറും അതിനകത്തുണ്ട്. ആരെങ്കിലും അവനെ ഒന്ന് രക്ഷിക്കേ. എന്താ നമ്മുടെ വീറായിരുന്നോ റോബോബോയ്? ഞാൻ ആദ്യം തന്നെ പറഞ്ഞതല്ലേ. ഞാൻ പറഞ്ഞപ്പോ ആരും വിശ്വസിച്ചില്ല. വീർ! വീർ! അച്ഛാ! എന്റെ പൊന്നു മോനെ, ഞാൻ പേടിച്ചു പോയി. എനിക്കൊരു കുഴപ്പവുമില്ല അപ്പൂപ്പ. എന്താ സംഭവിച്ചെന്നറിയാവോ? ആ ഫിഷർമാൻ റോബോയും ടിംബക്റ്റുവും പുറത്തുപോയ സമയത്ത് മാഗ്നറ്റിക് പുൾ ഓൺ. മാഗ്നറ്റിക് പോൾ ഓൺ. റോബോബോയ്, പെട്ടെന്ന് രക്ഷിക്ക് പ്ലീസ്. താങ്ക് യു റോബോബോയ്. യു ആർ വെൽക്കം. ഹേ റോബോബോയ്,
ഇപ്പൊ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി, അതായത് നീ വീറാണെന്ന്. അതിശയമായിരിക്കുന്നു. റോബോബോയ് എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ളവരാ, പക്ഷെ ആ കാര്യം നമ്മൾ ആരും അറിഞ്ഞില്ല. പറയൂ വീർ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ചിണ്ടു, വീർ തന്നെയാണ് റോബോ ബോയ് എന്ന് ഇവരെല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. അവരത് മറന്നു പോകാൻ എന്തെങ്കിലും ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്, all is well that ends well. Happy Deepavali. അവന്റെ കഥ അവസാനിച്ചത് നീയല്ലേ പറഞ്ഞത്? ഇപ്പോൾ ടിവിയിൽ ന്യൂസ് വന്നു അവൻ രക്ഷപ്പെട്ടു എന്ന്. നീ നുണ പറഞ്ഞു അല്ലേ? അവൻ ഫാക്ടറിയിൽ നിന്ന് എല്ലാവരും രക്ഷിച്ചിരിക്കുന്നു. സോറി ബോസ്, പക്ഷേ എത്ര സമയത്തേക്ക് അവൻ രക്ഷപ്പെടും? നിങ്ങൾ നോക്കിക്കോ. ഈ സ്വീറ്റ് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് പറയൂ. ഇന്ന് നമ്മൾക്ക് എല്ലാവർക്കും ചേർന്ന് ദീപാവലി സെലിബ്രേറ്റ് ചെയ്യാം. എന്റെ റോബോയ്ക്ക് നിന്റെ സ്വീറ്റ്സ് കൊടുത്ത് ചീത്തയാക്കരുത്. ഞാനൊരു കാര്യം തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്രാവശ്യം ഫുർസത് ഗഞ്ചിലെ ആരും ദീപാവലി ആഘോഷിക്കുകയില്ല. അതിനു പകരം ഫുർസത് ഗഞ്ചിൽ ഇപ്രാവശ്യം വെളിച്ചമല്ല, ഇരുട്ടായിരിക്കും.